ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മുടെ വീട്ടിൽ ഒരുപാട് അതിഥികളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വളരെ ശ്രേഷ്ഠനായ, വളരെ നമുക്ക് പ്രിയപ്പെട്ട രാധേട്ടൻ നമ്മളെ കൂടെ ഉണ്ട്. നമ്മളെ കൂറ്റന്മാരുടെ അഭിമാനം. എന്തേ ചിർച്ചിന് അർക്ക രാധേട്ടാ? അർക്ക ആ ഒരു വീഡിയോസ് എടുക്കുന്നുണ്ട് കേട്ടോ. അത് പിടിച്ചടാ, ചെങ്ങലട അറിയില്ലേ? നായ്ക്ക് ചങ്ങല ഇങ്ങനെയാ അത് കിട്ടും. 15 ബേജാറായി പോകണ്ടേ, ടെൻഷനാണ്. നമ്മൾ ഈ ഫീൽഡിൽ ഇപ്പം എത്ര കൊല്ലായി? നമ്മളിപ്പോൾ ഫീൽഡിൽ വളരെ അധികം കൊല്ലായി. ഇത് കിട്ടോ, ഇനി ഇത് പഠിക്കുമ്പോൾ എന്താ കാര്യം, ഇത് മുഴുവൻ കണ്ടോ. അങ്ങനെ നായ്ക്കങ്ങനെ മറ്റേ ഉരുണ്ട് പോരില്ലേ, നായ അങ്ങോട്ട് വെച്ച് പോകുമ്പോ അതാണ് മുറുകും. അതാണ് ഇതേതാ ഇനം? ഇത് ഫാറ്റ്. ഏതാണ്? ഫാറ്റ് ഫുൾ ഫാറ്റ് ബുൾ. ഫാറ്റ് ബുൾ, ഫാറ്റ് ബുൾ ഇനത്തിൽപ്പെട്ട. ഞാൻ ഇവിടെ ഒരു പേടി മേടിക്കണ്ട, വേണ്ട പോയിക്കോ, വിട്ടോ ഇജ്ജ് പോയിക്കോ, വിട്ടോ. ഞാൻ വിട്ടേ വിട്ട്, ഭയങ്കര പേടിയാണ് ഇതിനെ. ഞാൻ മാറി ഒന്നും ചെയ്യാൻ കേട്ടോ. ഈ ജയിച്ച ആളല്ല കേട്ടോ. വർഷങ്ങളെ എത്ര വർഷമായി നിങ്ങൾക്ക് ഇതിനെ പേടിയല്ലേ? ഇവർക്ക് പേടിയാ. എത്ര വർഷമായി ഫീൽഡ്? ഞാനൊരു 73 തുടങ്ങിയോ. 73 വർഷമായി. 73 തുടങ്ങിയാണ്. 73 പറഞ്ഞാല് 30ഉം 52 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്. അത് കുതിര ആനയല്ല. രാധേട്ടം മനസ്സിലാക്കിയെടുത്തോളം വെച്ച് ട്രെയിൻ ചെയ്യാൻ ഏറ്റവും സുഖം കുതിരയാണോ ഈ നായ്ക്കളാണോ? നായാണ് വേഗം മനസ്സിലാവും. എന്താ അറിയോ, ട്രെയിനിങ് ചെയ്യുമ്പോൾ പെഡഗിരി വേണം. പെഡിഗിരി. അപ്പൊ നമ്മൾ ഇരിക്കാൻ വരുമ്പോ ഇരിക്കും. അപ്പം ഒന്നാണ്ട് കൊടുത്താൽ മനസ്സിലാവും. അങ്ങനെയാണ്. നമ്മൾ പുട്ടും കല്ലും തിന്നണ മാതിരിയല്ല. നായാണ് മനുഷ്യൻ, നായാണ്. ഇത് പണ്ടുകൾ പറഞ്ഞ നമ്മളോടെ പ്രേക്ഷകരോട് പറഞ്ഞതാണ്. നായാണെങ്കിൽ ഞാൻ ഇരിക്കാൻ പറഞ്ഞിട്ട് നീച്ചിട്ടില്ല. ഒന്നുകൂടി കടന്നു. പുലിമുരുകലിന് മോഹൻലാല് കമന്റ് കൊടുത്ത പോലെ ആയി. അതാണ് രാധാകൃഷ്ണൻ തന്നെ. നായാണെങ്കിൽ നായാണെങ്കിൽ മനുഷ്യൻ നായാണ്. ഒരു പേടി പഠിക്കണ്ട, നീ ടെൻഷൻ ആവണ്ട. ഞാനിവിടെ എന്നെ ഒന്നും ചെയ്തില്ല. ഞാനിവിടെ ഇവിടെ നിൽക്കുന്നവർ എന്നെ ഒന്നും ചെയ്യില്ല. ഒരാളെ ഒന്നും ചെയ്തില്ല. ഇതിപ്പൊന്നും ചെയ്യണല്ലേ പാവായിൻ. അതിന് ഇത് പറഞ്ഞാല് കൈപ്പുണ്യം പോലല്ലേ, കാണുമ്പോ അയിട്ടൊക്കെ മനസ്സിലാവും. അവിടെന്നോ ഒന്നും ചെയ്യില്ല. അത് പെഡിഗിരി ഒന്നും ചെയ്തില്ല. പറഞ്ഞിട്ട് മനസ്സിലാവുള്ള പിന്നെ ഇരുന്നിട്ടോ ഇരിക്കാൻ പറഞ്ഞ അങ്ങനെ ഇരിക്കാൻ പറയാം. ജമ്പ് എങ്ങനെ? ജമ്പ് ഒക്കെ ചെയ്യാതെ നിക്കട്ടെ, ഇരുന്നിട്ട് കാലിട്ടിയാ പോലെ. ഇരിക്കുന്നതിന് ആ തെങ്ങിന്റെ മുകളിൽ വേണമെങ്കിൽ ഞാൻ കയറ്റി തരാം. നിങ്ങൾ പണ്ടുണ്ടല്ലോ, ഞമ്മള് നായിന് വാങ്ങാൻ വരുമ്പോ നിങ്ങൾ ഇങ്ങനെ കാട്ടിയപ്പം ഡാഷ് കൗങ്ങുമ്പോ കയറി. അതെവിടെ ആ പട്ടി എവിടെ പോകും? അതിനൊക്കെ പറ കൊടുത്തു. അതൊക്കെ അതിപ്പോ കീരി മുതൽക്ക് മെരുകുന്നതിനെ പിടിച്ചിട്ടുണ്ട്. അല്ല, അപ്പൊ ഇങ്ങനത്തെ കൗമുങ്ങ കയറോ? കഴിഞ്ഞു കയറ്റി പഠിപ്പിക്കലല്ലേ. തെങ്ങുമലോ? തെങ്ങുമലും തേങ്ങ വരെ പഠിപ്പിച്ചാണ് അന്ന് പറിച്ചിന്. അന്ന ഡാഷണ്ട് തേങ്ങ മൊത്തം ഇതാക്കി. അത് ചീറ്റുമ്പോ കൂടെ നായനാണ് വിട്ടരും. ചീറ്റുമ്പോ മെരുകുള്ളതിന് പണിയുണ്ട് നമുക്ക്. അതതിന്റെ ഉള്ളിലെവിടെയാണ് താമസം. അപ്പൊ തന്നെ വരാൻ രാധേട്ടൻ എന്ന് പറഞ്ഞ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ്. 73 കൊല്ലത്തിന്റെ 52 കൊല്ലം 73 തുടങ്ങിയില്ലേ രാധേട്ടാ? ഇപ്പൊ എത്ര കുതിരകളുണ്ട് നമ്മുടെ അടുത്ത്? കുതിരല്ല, കുതിരൊക്കെ ഒഴിവാക്കി. ഫുള്ള് ഒഴിവാക്കിയോ? കുതിര എന്താ പറയാ, ഇപ്പൊ പറ്റൂല.
എന്താ മഴക്കാല ഇപ്പൊ മഴക്കാലമായത് തണുപ്പൊക്കെ അല്ലേ. കുതിര കിട്ടാണ്ട് ഇനിയിപ്പോ ഒരു കുതിര ഉണ്ടായതിന് നിനക്ക് ഒരു കുതിര വാങ്ങിയിട്ട് ഇപ്പൊ അക്വേറിയത്തിൽ ഇവിടെ നമ്മൾ തേക്കുമുറ്റത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല പൈസ ഒരു 5,000-6,000 ഇപ്പൊ കഴിഞ്ഞാൽ കുതിരമ്മന്നോ മറ്റേ ഇത് ഓടിപ്പിച്ചിട്ട് ഒരു കുട്ടീനെ അവിടുന്ന് കയറ്റിട്ട് ഇതുവരെ ഇറക്കിയാൽ 100 ഉറുപ്പിക ഇട്ടില്ലെങ്കിൽ ശരിയാ. അല്ല ഞാൻ അതിന്റെ അടിയിൽ കുടുങ്ങി രാധേട്ടാ. ഞാനാ പറഞ്ഞ എന്നൊന്നും ഭയങ്കര പേടിയാണ് എല്ലാവർക്കും പേടി. നമ്മള് പേടിച്ചാത്ത അതാണ്. അല്ല കുതിരക്കാണോ നായ്ക്കാണോ കൂടുതൽ തീറ്റ വേണ്ടിയത്? കുതിരക്ക് വലിയ തീറ്റൊന്നും വേണ്ട, 2 പുല്ലുണ്ടായാൽ മുതിരയും മുട്ടയും കൊടുത്താല് കുതിര മുതിര മഴക്കാലത്താ കുതിരക്ക് കൊടുക്കല്. മുട്ട കൊടുക്കാം, എപ്പോഴും കൊടുക്കാം. ചോറ് ചോറൊന്നും കുതിരക്ക് കൊടുക്കല്. ഏതാ ജി കൊടുക്കാൻ പറ്റില്ല. ഇവിടെ മനുഷ്യൻ തന്നെ ചോറൊന്നും ആല്ല. ഇരുന്നു പട്ടി റോൾ ആയിപ്പിക്ക്. രാധേട്ടൻ സീൻ ട്രെയിനിങ് കേട്ടോ. ട്രെയിനിങ് ചെയ്തപ്പോ ഫുള്ള് പഠിച്ചു. സിറ്റ് പറയുമ്പോ സിറ്റ് പറഞ്ഞു. എന്നോട് കളിക്കല്ലേ രാധാകൃഷ്ണ മണക്കണ പ്രശ്നമില്ല. മനത്തോട്ടെ എല്ലാരും അറിയാൻ വേണ്ടിട്ട് ആ ഒരു ഇത് എൻവയോൺമെന്റൽ ടച്ച് ഇട്ടാണ് ഞാൻ കൊണ്ടുവരും എവിടെ പോയാലും. അതെ എറിഞ്ഞാൽ കളിയും എത്ര ദൂരം പോയാലും. എത്ര പോയാലും ഞമ്മളിത് പോയാലുണ്ട്. ഇത് നിങ്ങള് തന്നെ ആ നായ ഇതൊരു കളറല്ലേ. പിന്നെ രാവിലെ ഏതിന്റെ രാവിലെ കുറച്ച് നടത്തണം നായട്ടോ. പന്തിട്ട് കൊടുക്കലുണ്ട്. പന്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പിച്ചാൻ പറഞ്ഞു. ഓടിപ്പിച്ചല്ല, കുറച്ച് നടത്തണം നായിക്കോട്ടെ. രാവിലെ കൊണ്ട് നടക്കണം. കൊണ്ട് നടക്കണം. അതെന്തിനറിയോ? മറ്റേപോലെ കിതക്കും. കിതപ്പ് മാറാനാണ് ഈ നടത്തുന്നത്. നോ ടച്ചിങ്. നോ ടച്ചിങ്. അതേട്ടാ ട്രെയിനിങ് അല്ല രാധാകൃഷ്ണൻ. റെസ്പെക്ട് ഒന്നും വേണ്ട. അപ്പൊ നിങ്ങൾ അങ്ങനെ നായിനെ പഠിച്ചിട്ടൊന്നും കഴിയില്ല. അല്ല കുതിരമങ്ങൾ ഇപ്പൊ എടുത്ത് പോയില്ലോ ഇതിലെ. കുതിരമ്മ ഞാൻ പോവല്ലോ. അന്ന് പോണണ്ട്. അന്ന് ഞാൻ കൊറേ കജ്ജാട്ടി നിങ്ങൾ നിർത്താൻ പോയി കുതിര. ഞാൻ അപ്പൊ അറിയില്ലല്ലോ. ആൾക്കാരല്ല ഞാൻ കൊറേ വിളിച്ചു. കുട്ടികള് തമാശാക്കുമ്പോഴേ അത് കാണാൻ പുതിയായിട്ട്. ഇവിടെ കുറച്ച് കുട്ടികളുണ്ട്. അതേട്ടാ മൂട്ടില് മൂട്ടിൽ കടിച്ചോട്ടെ. കടിച്ചാലും വിഷയമല്ല. നേരം പിന്നെ തിരിച്ചു വരാനല്ലേ? തിരിച്ചു വരാനല്ല, കടിക്കാൻ. നമ്മള് വാക്സിന് എടുക്കണ്ട ശരിക്കും? അതിന് വാക്സിൻ ഉണ്ട്. ഇതിന് 3 എണ്ണം കഴിഞ്ഞു. ഫസ്റ്റത്തെ കൊല്ലം എത്ര വാക്സിൻ എടുക്കേണ്ടി വരും? ആദ്യം ഒരു പ്രാവശ്യം എടുത്താൽ പിന്നെ 3 മാസം കഴിഞ്ഞു. പിന്നെ ഒരു കൊല്ലത്തിന് വരണ്ട് ഇപ്പൊ. അപ്പൊ ഒരു കൊല്ലത്തിന് എടുത്തല്ലേ? മതി. ഒന്നുകൂടി എടുക്കാം. അതിന് ചൊടി കൂടാനുള്ള വാക്സിൻ ഉണ്ടോ? അതൊന്നുമില്ല. ചൊടി കൂടൊന്നും വേണ്ട. ചൊടിയുള്ള ചൊടി നിങ്ങൾ എന്താ അതിന് കൊടുക്കണ്ടേ? ശരിക്ക് പെടകിരി അല്ല, മുള്ളമീനില്ലേ, പഴയ മുള്ളൻ. സീഡി മുള്ളൻ. പഴയതായിട്ടുള്ള മനസ്സിലായി. മഞ്ചേരിയൊക്കെ പോകുമ്പോ അവിടെ കിട്ടുന്നത്. അത് കൊണ്ടുപോയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കാം. സീഡി മുള്ളന്. എന്നിട്ട് അതിങ്ങനെ പൊടിച്ചിട്ട് ചോറിലിട്ട് വെക്കാം. തടി നന്നാവും, കതപ്പും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നല്ല നല്ല കുണ്ടപ്പനായിട്ട്. സീഡി മുള്ള. അപ്പൊ അത് നമ്മള് പോത്തും തിന്നെ കൊടുക്കരുത്. പോത്ത് തിന്നാലോ. പോത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് അവരെ എത്തുമ്പോഴേക്ക് ഉച്ചക്കെന്താ കൊടുത്താലോ 3 പീസ് ബീഫ്. പിന്നെ സാധനം കൊടുക്കരുത് കേട്ടോ. ചിക്കൻ കൊടുക്കാം. ചിക്കൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കോഴി പിടിക്കുന്ന ഉറപ്പാ. കോഴി പിടിക്കുവോ? കോഴിനെ പിടിക്കണം. പിടിക്കണല്ലേ? പിന്നെ കോഴിനെ പിടിക്കട്ടെ. വരുന്നുണ്ടോ?
അല്ല കോഴിക്കോളൊന്നുമില്ല. അല്ല ഇവിടെ കോഴിക്കോളൊന്നുമില്ല. പന്നിയാളുണ്ട് രാത്രി. അതിനെ നോക്കാം. 3 കൂടി 1 പറ്റില്ല, 3 വേണം. 3 ഉണ്ടല്ലോ, 1 2 3 വിട്ടാൽ കൊടുത്താൽ അതിന് ഇവരും 3 കൂടി ഒരു ടീമാവണം. ടീമാക്കണം. നമ്മളാക്കണം. അത് ഞാൻ ആക്കി തന്നെ. അപ്പം 3 കൂടി വിട്ടാൽ ഇപ്പൊ മനസ്സിലായോ നാണിക്കുട്ടി? അല്ല മറന്നോ? ഞാൻ ഇതിലെ പോന്നപ്പോ തന്നെ അങ്ങനെ നോക്കണ്ടേ, ഞാൻ തെങ്ങൊന്ന് പറ്റിയിട്ടുണ്ടേ നമുക്ക്. അതല്ല, എല്ലാം പറ്റിയിടണം. 3 ഉണ്ട്, 3 പറ്റിയിടണം. അതൊന്നും ചെയ്യല്ലോ നമ്മള്. അപ്പൊ ട്രെയിനിങ് മാത്രല്ലേ? എല്ലാ പണിയുണ്ട്. നയിച്ചിരുന്നൊരു വളവല്ല കുട്ടി. വളവ് എന്തെങ്കിലും പറഞ്ഞ പോലെ ആക്കാം. വളവാണെങ്കിൽ വളവായിക്കോട്ടെ, വളവല്ലെങ്കിൽ വളവല്ല. നായ അവിടെ കടന്നുപോയി. തെര നിറച്ച തോക്കാണല്ലോ. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ലാതായി പോയി. ഇപ്പൊ എല്ലാരും നായിനെ കൂട്ടുന്ന ഈ ട്രെയിനിങ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇടണം. അതൊന്നും വേണ്ട, നമുക്ക് അത്ര പൗർ മതി. മറ്റാറ്റി മതി. പണിക്കര് വന്നാല് പണം പോയി പൗർ വെച്ചാൽ വേണ്ട. കട്ട് പോയി മരിച്ചു. ആ നായനോട് സംസാരിച്ചിരിക്കുമ്പോ അറിയാതെ കമോൺ ജാക്കി. ആ വാക്കിംഗ് കണ്ടോ? എത്ര മൈൽസ് വാക്കിങ്ങിന് കൊണ്ടുപോകണം? ഇവിടുത്തെ കുറ്റം പറയാൻ 1 മൈൽ. പക്ഷെ ആൾക്കാരെ മെസ്സേജ് നോക്കണം. നമ്മൾ നല്ല പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകണം. അതുപോലെ പപ്പറ്റല്ല, വേറെ പട്ടികളുണ്ട്. ചില പട്ടികൾ അവിടെ ഉണ്ടാവും. കൊണ്ടുപോകും ചോദിച്ചത് ഇത് നിങ്ങളും വെച്ച് തള്ളിയിടും ചോദിച്ചു. കൂടി ഇതിനുണ്ടല്ലോ ചെത്തല ഇങ്ങനെ ഈ നായ്ക്കളെ കണ്ടല്ലോ ഭയങ്കര പ്രശ്നമാണ്. അവിടുന്ന് എങ്ങനെ മാറ്റിയാ? ഞാൻ 2 ദിവസം ഞാൻ കൊണ്ടുവന്ന് തരും. ആണോ? അല്ല, ഞാൻ കൊണ്ടുപോകൊന്നുമില്ല. പോയാലും പുതിയാളം വരെ പോകും. പുതിയാളത്തിന്റെ അപ്പൻ്റെ അല്പം കെട്ടിട്ട് ഞാനിങ്ങോട്ട് നോക്കി. ഈ വണ്ടിയിലെ ഇത് നോക്കി, ഈ വണ്ടീന്റെ ഗ്ലാസ് ഇങ്ങനെയാണ്. ഈ ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് കാണൂല. ഞാനവിടെ ഇരിക്കുമ്പോഴല്ലോ ഞാനാ പറഞ്ഞത് രാധാകൃഷ്ണനാണ് ഇരിക്കണേന്ന് പറഞ്ഞു. അത്രയും എനിക്ക് നിങ്ങളറിയാം. പിന്നെന്താ ഇപ്പൊ പുതിയ ട്രെയിനറായിട്ടാണോ തോന്നുന്നത്? മൂട്ടുക്ക് ഇപ്പൊ കടിച്ചു കേട്ടോ. നായിനെ കൊണ്ടോ? ഞാനേ ഇങ്ങനെ രസം കേൾക്കാൻ കൂടുതലൊരു പോയി. ഞാനും നമ്മളെ പീറ്റർ ഞാനും ഒക്കെ പാടെ നമ്മളെ ഇവിടുത്തെ പീറ്റർ അവിടെ ചെന്ന് ഇങ്ങനെ നിന്ന് മൂപ്പരപ്പം വെറുതെ പോയതാ. അപ്പോൾ പറഞ്ഞേക്കെ മൂപ്പർ തോട്ടണ്ടാണ് അതങ്ങനെ പോയതാ. അപ്പോൾ ഒരു വീട്ടിൽ ചായൻ്റെ വീട്ടിൽ ഇതേമാതിരി ഒരു കൂടാ 3 നായക്കളുണ്ട്. അതിൽ ഡോബർമാൻ്റെ നായുണ്ട്. അങ്ങനെ അപ്പം മൂപ്പര് വെള്ളമൊക്കെ കൊണ്ടുവന്ന് കുടിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു മേശമിൽ. കുടിവെള്ളമല്ല, പച്ചവെള്ളം. അതില് ഇയാൾ അകത്തേക്ക് പോയിട്ട് ഒരു ക്ലാസ് പിടിച്ചു. ക്ലാസ് എടുത്തപ്പോൾ നായി കജിനോട് പിടിച്ചു. ക്ലാസ് എടുത്ത് തൊടാൻ പാടില്ല. മൂപ്പര് വന്നിട്ട് കടിച്ചിട്ടൊന്നും കയ്യിനോട് പിടിച്ചു. ആ ക്ലാസ് തൊട്ടോണ്ടേ സാധനം മറ്റേ വെള്ളമോടെ വെച്ചിട്ടുണ്ട്. നായ്ക്ക് മനസ്സിലായി. നായും കുടിക്കും. അപ്പൊ കസാലയിലെ നായ ഇരിക്കണേ. അപ്പൊ നായി കുടിച്ചാ നായ്ക്ക് ഒന്നും കേടില്ല. ഇല്ല. 2 ടൗൺസ് ഒക്കെ കൊടുക്കാം. കഴിഞ്ഞിട്ട് പോയിട്ടേ മൂപ്പര് ഇംഗ്ലീഷിൽ എന്താ പറഞ്ഞു, ചാവി എടുത്തോണ്ടോന്നു പറഞ്ഞു. ചാവി എടുത്ത് മോട്ടോർ സൈക്കിളിന് ചാവി ഒറ്റ ചവിട്ട വണ്ടി ചാട്ടാക്കി അന്തം വിട്ടുക. അപ്പൊ അത് നായി തന്നെയല്ലേ. ഇതുണ്ടല്ലോ ഇതൊരു വണ്ടിയല്ലേ പോയ ഇതിലെ പായും. അങ്ങനെ വണ്ടി സ്റ്റാർട്ടാക്കുന്ന ട്രെയിനിങ് എങ്ങനെ കൊടുക്കാം? എപ്പോഴും അടിക്കാൻ പാടില്ല. വടി എടുത്തിട്ടോ നമ്മളൊന്നും ചെയ്യില്ല. ഒഴിഞ്ഞെടുക്കല്ലോ. തൊട്ട് എല്ലാത്ത സ്ഥലത്തിലേക്കോ. ഓനെ കടുപ്പിക്കണ്ട. ഓനൊന്ന് മനസ്സൂരിക്കോട്ടെ.
അവിടെക്കടാ അവിടെക്കടാ ഒന്നും ആക്കൂല ഞാനാണ് പറയുന്നത്. ആ അങ്ങനെ അതിന്റെ ഇക്കൊന്നും കാണല്ലോ. അവിടെ നിന്നാ അവിടെ നിന്നോ എടാ ഓടല്ലേ ബീലെ അവിടെ ഒന്നും പറഞ്ഞോട് ആക്കണിരുന്നു ഇരിക്കേ എന്നെ കണ്ടാൽ തന്നെ ഒരു ഇത് ഇരിക്കും. അത് വന്നപ്പോ തന്നെ റോള് പറഞ്ഞപ്പോ റോൾ ചെയ്തെന്ന് ഒറ്റ റോളി കുതിരക്ക് റോള് അവിടെ നിന്നോടാ ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ലടാ അവിടെ നിന്നിട്ട് അവിടെ കടാ രക്ഷിക്കാനേ അധികം ചെറുക്കുന്ന ആളോ അധികം ചെറുക്കുന്ന ആളെ അധികം ചിരിക്കണ ബമ്പം അധികം ചെറുക്കുന്ന ആളെ ഏയ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ബാക്ക് വലിവാണ്. ഇങ്ങനെ രാജേട്ടാ ഒച്ച ഉണ്ടാക്കണാണ് പേടിയാണോ ഒച്ച ഉണ്ടാക്കണ നല്ല പേടിയാണോ ഉച്ചോണ്ട് തന്നെ പേടിക്കല് നായ്ക്കള് കുതിര ആന കൊച്ചമ്പലെ പഠിക്കല്ലേ ആനക്ക് ട്രെയിനിങ് ആനക്ക് ട്രെയിനിങ് ആണല്ലേ ഒച്ചമ്പലിൽ ആന പഠിച്ച നിങ്ങള് തുറന്നതിനോട് തൃശ്ശൂർ പോയിനോ ഞാൻ ആനക്കാരല്ലേ കുട്ടി പൊതുവെ നിങ്ങൾ എന്തൊക്കെ കാരണാണ് ആന കുതിര ഇതെന്നാ ചോദിച്ചേക്കാ അമരമ്പലം രാധാകൃഷ്ണൻ തൃശ്ശൂർ പോയിട്ടൊന്ന് ചോദിച്ചേക്കാ ആ പ്രാന്തനല്ലേ ചോദിക്കും ആനക്കാരനല്ലേ. ആ അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാലും ആന എങ്ങനെയാ ഏറ്റവും പെട്ടെന്ന് ട്രെയിനിങ് കമാൻഡുകൾ അനുസരിക്കുന്ന ജീവി ആനയാണോ കുതിരയാണോ നായിയാണോ? ആന ആന ആ ഏറ്റവും പെട്ടെന്ന് ആനയാണ്. പെട്ടെന്ന് അടങ്ങും. എങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന കക്കാത്തോനും കട്ടു പറയല് എങ്ങനെ പറയല് അപ്പം ആനനുസരിക്കല് തുടങ്ങും. ആ അപ്പൊ നാലെണ്ണം കൊടുക്കണം. ആ നായി അങ്ങനെ തന്നെ ചിലപ്പോൾ നായി കഴിച്ച മലപ്പുറം മുസ്താഖിൻ്റെ ബസ്സിൻ്റെ അടുത്ത് നായി ഉണ്ടായിരുന്നു. ആ ഇതിൻ്റെ 3 അറ്റുണ്ട് ഈ മണ്ണ അതിൽ പോയി എന്നോട് എല്ലാം പറഞ്ഞു റോട്ട് ബില്ലറാ രണ്ട് കയറിട്ട് പുറത്തിറക്കി. അല്ല 15 ഏക്കർ തെങ്ങും തോട്ടാ അവിടേക്കാണ് കൊണ്ടുപോയിട്ട് ഞാനൊരു ചാട്ടവാറുണ്ടാക്കിയിട്ട് 4 കൊടുത്തു. ഇങ്ങനെ 2 കയറ് വേണ്ട ഒരു കയറ് അയച്ചാളിയായിരുന്നു. കൊണ്ടുവന്നു ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എന്താക്കി അറിയാം. അപ്പോൾ അവിടെ ഏമുണ്ട് അത് നായി. അപ്പോൾ 10-12 ആൾ പുതിയ നിന്ന് പണിക്ക് പോയി അവിടെ തെങ്ങും തരം തുറക്കാം. അതിലങ്ങനെ പോയി ഒന്ന് നോക്കുമ്പോൾ നായി പെട്ടെന്ന് തൊടയാണ്ട് വരും. ഞങ്ങൾ കഴിഞ്ഞു മലയാളിൻ്റെ അവിടെ രാജേട്ടൻ അങ്ങനെ എന്താ ചെയ്യുന്നു ചോദിച്ചു. മലയാളി അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി തോക്കെടുത്തിട്ട് വെക്കാട്ട പടിയാ വെക്കണ്ട. ഞാനും നായി ഇങ്ങനെ വെക്കുക ചങ്ങല പടകൂരിന്നു എൻ്റെ ഒരു കയറുണ്ട്. അപ്പോഴേക്ക് മേസിനെ വിളിച്ചിരുന്നു എല്ലാം പാടെ നായി കട്ടഞ്ഞിട്ട് വാലമ്പൂശാലില്ലേ നമ്മളെ പുതിയല്ലേ മൂപ്പര് കൈങ്ങിൻ്റെ മോള് ഒരു കൈങ്ങമ്മിൽ 12 ആൾ കൈങ്ങിൻ്റെ തല ഇങ്ങനെ വികാനായി. അത് നായിനെ ഞാൻ എന്താക്കി ഞാന്മാര് കയറിട്ടിട്ട് തൊള്ളിട്ട് പിടിച്ചോ നായി ഞാനാണെങ്കില്ല നായി എന്നോട് ഇങ്ങനെ തിറക്കിയാണ്. ഞാനും നായി ഇങ്ങനെയൊക്കെ അല്ലേ റോട്ട് വീലർ റോട്ട് വീലർ ഇങ്ങനെ കയറിട്ടുണ്ട് പിടിച്ചോ. കുതിര അതേപോലെ അലമ്പൊന്നുമില്ലല്ലേ? കുതിര പക്ഷെ അന്ന് കുതിരമ്മന്ന് വീണ് എന്തോ പറഞ്ഞേ വെറുതെ ആരോ പറഞ്ഞു. ഞാൻ രാജേട്ടനെ വിളിച്ചപ്പോ ഒരാൾ പറഞ്ഞു നിങ്ങൾ കുതിരമ്മന്ന് വീണ് അവിടെ കിടപ്പിലായി പറഞ്ഞു. കുതിരന്റെ പുറത്തുനിന്ന് അത് വാങ്ങി വീണാലും കുതിര അടക്കും പോവില്ല. കുതിര പോവില്ല നമ്മളെ നമ്മളെ വീഴും. അത്രയ്ക്ക് അനുസരണ കുതിരാണ്. നമ്മള് വീടാലും കണ്ടില്ലേ കുതിരനൊക്കെ കൊണ്ടുപോയി പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിർത്തിയിടും പാർക്കിങ്ങില്ലേ. എന്നാ കുതിര പോണ്ടേ പോവില്ല. കുതിര നമ്മൾ പുറത്തുനിന്ന് അനങ്ങി തന്നെ കുതിരക്കറിയാം. കുതിര അടക്കും. കുതിരക്ക് മനസ്സിലാക്കാൻ പറ്റും വെയിറ്റ് പോണത്. നമ്മളെ കാലതിന്റെ ഉള്ളിലല്ലേ ബെൽറ്റിന്റെ ഉള്ളിലല്ലേ. കുതിര കടിച്ചാൽ നല്ല വേദനയല്ലേ? അതിന് കുതിര കടിക്കൂലാന്ന്. കുതിര ഷാർജ ഗൾഫ് പോയപ്പോ അതാചാരി കുതിര അതിനെന്താ പണി അറിയിച്ച് കൊണ്ടോട്ടിന്ന് അത് മത്സരോട്ടത്തിന് കൊണ്ടോട്ടി മറ്റേ കൊണ്ടോട്ടി നേർച്ചല്ലേ തങ്ങൾ പാപ്പാന്റെ അവിടെ ഒരു കുതിര ഉണ്ടായിരുന്നു. ആളെ കടിച്ചിരുന്ന കുതിര ചവിട്ടും ചെയ്തു. അപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു ആരോ പറഞ്ഞിട്ട് പറഞ്ഞു ആശായിട്ട് അതിൻ്റെ ഒന്ന് കൊണ്ടുപോകും നിങ്ങൾ പറഞ്ഞു വെറുതെ കൊണ്ടുപോയി പറഞ്ഞു കുതിരനെ. പാർസ് കെട്ടിയിട്ടുണ്ട്. ഞാൻ ചെന്ന് നോക്കുമ്പോൾ പിന്നെ കടിച്ചാണ്ട് വന്നു. അതിലെനിക്ക് അത് ഞാൻ എന്താക്കി അറിയാം അതിൻ്റെ തൊള്ളയിലിരുന്ന കടിഞ്ഞാണല്ലേ പെരുങ്കല്ലിൻ്റെ ആലയിലിട്ട് കണ്ട് ഒന്ന് ചൂടാക്കി എന്നിട്ട് തൊള്ളയിലാണ് വെച്ച് കൊടുത്തു. ഞങ്ങടെ കടിച്ചു പറഞ്ഞു കുതിരക്ക്. ആ കടി അപ്പം മാറി. അന്ന് കടിയില്ല. പിന്നെ കുതിരന്റെ ഓർമ്മയിലല്ലേ കടിച്ചാ ചൂടാ. പിന്നെ നമ്മളെ എബൻ്റെ അടുത്തുണ്ടായിരുന്നു. നമ്മളെ അപ്പൂട്ടല്ലേ പുതിയ കൂടല്ലേ അപ്പൂട്ടൻ്റെ തെക്കൻ്റെ അടുത്തുണ്ടായിരുന്നു. അത് ഞാൻ കൊടുത്തിരുന്നു. പിന്നെ ഓല കൊണ്ട് നമ്മളടുത്തുള്ള കുതിര ഇവിടെ ഒരു മഴക്കാലത്ത് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വിറ്റ് പറഞ്ഞല്ലോ. ഞാനൊന്ന് ഞങ്ങൾ നാളെ അന്വേഷിച്ചപ്പോ പറഞ്ഞാരോ പുതിയ കോട്ടുന്ന്
അതെ ഞാനല്ല വീണ് ഓല വീണ് ഓല വീണിട്ട് ഞാൻ നിലമ്പൂര് ഒരു ഇതുണ്ടായിരുന്നു പരിപാടി മറ്റേ കൊണ്ടുപോയിട്ട് കള്ളുടിച്ചിട്ട് കള്ളുടിച്ച് ഞാൻ ഒന്ന് വിവരമില്ലല്ലോ അവിടെ വെള്ളെടുത്തതിൻ്റെ പുറത്ത് വീണു. രാത്രി 12 മണിക്കുണ്ട് എന്നെ വന്ന് വിളിക്കുന്നു. അതേട്ടാ നമ്മളെ ബെല്ലമ്പാട് തച്ചൂലല്ലോ എന്ത് ചോദിച്ചു? കുതിരൻ്റെ പുറത്തുനിന്ന് ചങ്ങായി വെള്ളമെടുത്ത് വീടിയിരുന്നു. കുതിര എവിടെയാണല്ലോ ചോദിച്ചു. കുതിരനെ അവിടെ കാട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ട് ഞങ്ങൾ തടി ഇട്ടു. അത് ഇന്നറിയാത്തവരവിടെയല്ലോ എന്തിലങ്ങനെ കാട്ടിക്കൊണ്ടാക്കി. ഞാനേ അങ്ങനെ ചെന്നൊരു 1 മണിയാകുമ്പോൾ രാത്രി ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ ബിവറേജ് ഒക്കെ അടച്ചിരുന്നു. ആ ചെക്കന്മാരുണ്ട് അവിടെ ഒക്കെ വെള്ളം അടിച്ച് പൂസില. ആരാ രാധേട്ടനോ? ആ എന്ത് അപ്പോഴും മനസ്സിലാക്കി ഇന്നറിയാം അവിടെ ആരാത്തരാരും അറിയും. അതിൽ ഞാൻ അവിടെ ചെന്നു. എപ്പോഴും കുതിരയിട്ട് അല്ല കുതിര നല്ലൊരു പ്രശ്നം ഉണ്ടാക്കിയിരുന്നല്ലോ. എന്ത് വെച്ചാൽ ആരാ വീണു വെച്ചു. അവൻ വെള്ളം അടിച്ച് വീണു. ആ പ്രശ്നം കുതിര ഞാൻ കൊണ്ടുപോയി കേട്ടോ. കൊണ്ടുപോയിക്കൊള്ളിയാണ്. ആർക്കും പ്രശ്നം ഉണ്ടായില്ല. ആ ഒരു കുട്ടി ഒന്ന് വല്ലാണ്ട് കൊണ്ടുവന്ന് വിടാക്കി. ആ പേടി ഇപ്പോഴും എല്ലാവർക്കും ഉണ്ട്. അത് പണ്ടത്തെ ഇതാണ്. ഉറങ്ങിപ്പോയി. ഉറങ്ങി തലന അടച്ചു. അപ്പളേ എന്നാ കൂട്ടിക്കയറ്റല്ലേ? ടൈമായി. കമോൺ ജാക്കി. പേര് ഇവന്റെ പേര് മാർക്കോ. മാർക്കോ ആരാ എന്റെ ആളാരാ? എന്നാ കൊണ്ടുപോയി കൂട്ടുകാരിടാ. മാർക്കോ കൊണ്ട് ഓനെ ഞാൻ അവിടെ ബാക്കിൽ ഓനെ ശ്രദ്ധിക്കാനൊന്നുമില്ല. വെട്ടൂരി കള ഇവരുടെ കൂടെ അടച്ച ലോക്കേജാണ്. ഇന്ന് എന്താ പരിപാടി? നിലമ്പൂർ പാട്ടിന് പോലുണ്ട്. അപ്പം ഇല്ല, നിലമ്പൂർ പാട്ട് തുടങ്ങാനായല്ലോ. എന്തെങ്കിലും ആണിയം തരുന്നുണ്ടോ? അത് പുറത്തിട്ടാലേ പുറത്ത് ചാടിയാലേ നമ്മളെ കാണുന്ന പിടുത്താരിയല്ല പുറത്താരി കണ്ട പഠിക്കാൻ. ടൂർ പോലുണ്ടോ? അവിടെ ഞാൻ കൂടുതൽ കടുവേനെ കണ്ട് പഠിച്ചു വന്നല്ലേ. പക്ഷെ നിങ്ങൾക്കില്ലേ ഒരുവിധം ഇപ്പൊ എന്തിപ്പോ ഈ ആനയും ഈ പട്ടിയും കുതിരയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരുവിധം എന്ത് ജന്തുക്കൾ വന്നാലും നമുക്ക് ഏകദേശം ഒന്ന് മെരിക്കാൻ പറ്റൂലേ? ഇല്ലേ? ഒരു ഐഡിയ ഉണ്ട്. അത് നിങ്ങൾ എന്നാ ഫസ്റ്റത്തെ പ്രശ്നമാണ്. ഇല്ലല്ല ഓടിപ്പോവും. ആ എന്താ രാധേട്ടാ ഡബ്ല്യു പോലെ നിൽക്കുന്നുണ്ട്. ചെന്ന് കിട്ടും. മഞ്ഞ ഓടിപ്പോലിന്റെ ആളാ ഇവന്. ആ ഓടിക്കാച്ചി ഒന്ന് കാണാമല്ലോ. ഓടിയാ ഇതൊന്ന് ഓടി. കൈത്തിനൊരു മുറിയുണ്ടേ. മുറി ഒരു വേദന മൂത്രയിച്ച അവനെ മൂത്രയിച്ചു. കൂട്ടുകനെ കയറ്റിയോ? ടോബിനെ വിട്ടാ കോമഡിയാവും. ചൂടാവാണ് പട്ടികളോട്. പട്ടി തന്നെ എന്തിനെ ചൂടാവണമെന്നില്ല. ഞാൻ എല്ലാം അനുസരിക്കണ്ടല്ലോ. ആ മൂടാണ് പട്ടി. രാധേട്ടൻ്റെ ട്രിക്ക് എന്താ പറയുക? കമാൻഡിങ് ആണ്. കാനത്ത് കാര്യം പറയാ. പോയാ പറയാ. ബ്രൂസല്ലേ രാട്ടാ? അതാ പറഞ്ഞേ. കണ്ടോ പ്രശ്നം? കണ്ടോ? രണ്ടാളും പ്രശ്നക്കാരാണ്. എന്തോ പി ഒക്കെ തിന്നണേ. കളിക്കുക ഒരു 12 കൊടുത്താൽ മതി. ആ പ്ലാസ്റ്റിക് ഒന്നും പള്ളയിൽ പോകരുത്. ആഫിയ കുത്തലി എന്തായി കാശനെ പറയും. അല്ല അത് പിടിച്ചിരുത്തി.
അടുത്ത ഓഞ്ഞ് ചൂടാവും. ചൂടായിക്കോട്ടെ, ഓനെക്കാട്ടും വലിയ ചൂടായിട്ട് ആ ചൂടൊന്നാണ് കാണുന്നത് ഇവിടെ. എന്തൊരു ചൂടാണ്. ചൂടന്മാരാണ് രണ്ടാളും. ചൂടായിക്കോട്ടെ, എനിക്കതിലും വലിയ ചൂടാണ്. ആണ്, മനസ്സിലായി. ഇതിന് വേറെ ചങ്ങലാണോ അവനെ ഇടാൻ പറ്റും? അവനെ പുറത്തിറക്കണമെങ്കിൽ ഇനി ഇറക്കണ്ടല്ലോ. ഇറക്കണോ? വേണ്ട വേണ്ട. ആ അതിന് ചങ്ങല മറ്റേ ആ ചങ്ങല എടുത്തോണ്ടെന്ന് അതിൻ്റെ വിറ്റെടുക്കണം. ആ ചങ്ങല എടുത്താ അതുപോലെ ഇപ്പോൾ കടി വിടും. ഒരു കടിയൊന്നും കൂടുതൽ ഇതിന് വിറ്റടിച്ചിട്ടേ ഇതിനൊരു കുറച്ച് വേണം. ആ ചങ്ങല കൊണ്ട് അതായിട്ട് കടി വിടുമ്പല്ലേ പല്ല് കുത്തി സ്വയം കുത്തി മുറിയാവും. അല്ല അവനോട് വരെ ഇതിന് അത്ര ഇതില്ല. ഇത് പാവാണേ. പക്ഷെ ഇപ്പൊ എന്തിനാ അടി കൂടിയ പീപ്പിക്കോ? അതിനോളിട്ടോ എന്നോടാന്ന് ഇവിടെ അതിനൊന്നും ഇത് ചാടില്ല. ഒക്കെ ഇത് ചാടുന്ന ഇന്നെ ഇവിടെ തള്ളിട്ട് ചാടില്ലേ. അങ്ങനത്തെ ആളാണല്ലോ കാണാല്ലോ. കുറച്ചാലമ്പാ അതെന്താ കുറച്ചാലുമ്പോ അലമ്പാണെ നമ്മള് അലമ്പ്. അലമ്പാണെങ്കിൽ നമ്മൾ അലമ്പല്ലേ. ടോബിയെ നിന്നെടുത്താണ് ഈ ടോബിയെ ചെയ്യുന്നത്. കമോൺ ടോബി. ഇത് കൂടെ ആ പിടിച്ചോ. ഇല്ലല്ല ടോബി ഇച്ചിരി കട്ട് ചെയ്യാം. ഇവനെന്താ ഇവന് ചെയിൻ ഇട്ട് കൊടുക്കലില്ല, അതുകൊണ്ടാണ്. ഒന്നാമത് ശീലല്ല. മറ്റവന് ശീലുണ്ട്, ഇവൻ ചെയിൻ ഇട്ട് ശീലല്ല, അതുകൊണ്ടേ കാരണം. ഇപ്പൊ തന്നെ ശീലാക്കുക. ആഫിയെ ഒരു കയറിന്റെ കഷ്ണം പോവാനായി പോരാട്ടാ. ഒരു കയറിന്റെ കഷ്ണം അടിക്കാം. ഇത് കുറച്ച് ഡേഞ്ചർ അല്ലേ ഈറ്റാള്. അതൊന്നും തമ്മിൽ മേത്തൊക്കെ ചാടിയത് അതിന് പറഞ്ഞിട്ട് വരണേ. അതിനോടോ അങ്ങനെ ആഫിയെ ഒന്ന് ഡീൽ ചെയ്താ. ഞാൻ ഓല ഒന്ന് ഡീൽ ചെയ്യട്ടെ. അല്ല ഞാൻ ഓല ഡീൽ ചെയ്യട്ടെ. ഇതൊന്ന് ഡീൽ ചെയ്യേ. ഈച്ചൊന്ന് കൂടി കൊടുത്തോ പോരാ. അപ്പൊ മറ്റേ ചെയിനിൽ നിൽക്കള്ള നിൽക്കല്ല ഓനെ സന്ധിയാക്കി ലേശം ഒരു ഇത് കൂടുതലല്ലേ? ഒരു കുറച്ച് കൂടുതലാണ്. ലേശം ഏറെ നമ്മളെ തന്നെ കടിച്ച് അങ്ങനെയൊക്കെയാണ് പോകും. ഇവൻ അങ്ങനെ ഒരു മൂടാണ്. ആ അത് എന്താ പറഞ്ഞ വെച്ചതേ? കടിക്കുകയാണെങ്കിൽ കടിച്ചോട്ടെ. അത്രേ ഉള്ളൂ. നായല്ലേ ചോരന്നോട്ടെ, കുഴപ്പമില്ല. കൊള്ളിയും വെള്ളമുണ്ടേ, കൊള്ളിയും വെള്ളമുണ്ടേ. ചോര കണ്ട് നമുക്ക് പേടിയില്ലല്ലോ. ഇതാണ് ഇത് പണി.
അനു അനു ഇവനാണോ കടിക്കണേ? കടിയില്ല, ഒന്നുമില്ല കേട്ടോ. പിന്നെ പാൻസ് പാവായി. അങ്ങനെ ഇങ്ങനെയൊന്നും ചങ്ങല കൈമൊന്നും പോല അല്ലേ പുറത്തോടെ. ഇപ്പം വലിയൊരാളില്ലേ? ഇപ്പച്ചി നിസ്കരിക്കാൻ പോയി വന്നു. കുറച്ച് വിരുദ്ധനാണല്ലേ? നമ്മളോട് തന്നെ വിരുദ്ധനാണ്. അപ്പൊ നാട്ടുകാരോട് എങ്ങനെയൊക്കെയാണല്ലേ? ഞാൻ കൊടുക്കുന്ന ഞമ്മക്ക് ചൂല വെട്ടലാണ്. മറ്റേ മുഷുവിന്റെ ഒക്കെ വരികയാണ്, ആരാപ്പയ്മന്റെ വരികയാണ്. കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഇങ്ങനെയല്ല ബാക്കിലൊക്കെ തോണ്ടിയാലേ നിങ്ങളതിന് ബാക്ക് തോണ്ടാൻ പോണ്ടല്ലോ. കൂട്ടിക്കൊണ്ട് കയറ്റിയെന്നാ ഞാൻ കയറ്റിയാ എന്താ കുടിച്ചോ? ധൈര്യത്തെ കൊണ്ടുപോയി. ഞാനാ പറഞ്ഞു ധൈര്യത്തെ കൊണ്ടുപോയിക്കോ. ധൈര്യത്തെ കൊണ്ട് കയറ്റിക്കോ. ധൈര്യത്തെ കൊണ്ടുപോയിക്കോ. ഇനി ഒന്നും കാട്ടൂല. ഞാൻ അതിനുള്ള ധൈര്യം ഇല്ല. നിങ്ങളെ കാണുമ്പോ തന്നെ പേടിക്കണമെന്നല്ലേ? അതൊക്കെ അയച്ചാ മതി. എന്താ കുട്ടി, അത് എത്ര വലിയ പണിയൊന്നും അയക്കാനാണ്. ഇങ്ങനെ തല്ലൂടും. ഇത് വിചാരിച്ച പണിയൊന്നുമില്ല. ആന കൊമ്പിട്ട പണി എങ്ങനെ ചങ്ങലൊക്കെ എടുത്തോളി. ഇതിന് നമുക്ക് വേറെ കുറച്ചിടണം. ഇതിന് നാളെ ഒരു ഉക്കിടണം. ഉക്കും ഒരു കുറച്ചിടണം. പിന്നടിക്കാം. ഇതെന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ? നിങ്ങളെ കാണുമ്പോ തന്നെ ഇങ്ങനെ പട്ടി പേടിക്കണ? എങ്ങനെ? അത് ആന വരെ എന്നെ കാണുമ്പോഴേക്ക് പറക്കും. ആന വരെ എന്നെ കാണുമ്പോഴേക്ക് പാമ്പനെ പിടിക്കും നിങ്ങള്? ഞാൻ പോയില്ല. പാമ്പനെ പിടിക്കല്ലേ? നായ, ആന, കുതിര, കുട്ടികളൊക്കെ പിടിച്ചിട്ട് കാല് പിടിച്ച് അടിച്ചിട്ടൊക്കെ. കാട്ടുപന്നി, പന്നീന്റെ കുട്ടികളെ. പന്നി എത്രങ്ങാനും പന്നികളാണ് ഈ തോട്ടത്തില്. അത് എന്താ ചെയ്യപ്പം? മൂന്നെണ്ണം കൂടി ഒന്നിപ്പിക്കാം. ട്രെയിനിങ് കൊടുത്ത് ഗ്രൂപ്പ് ആക്കുക. മൂന്നെണ്ണം കൂടി ഒന്നിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒറ്റ വിടല വിട്ടാൽ ഈ നായി കടിച്ചു. ഇപ്പം പന്നിയാലും കടിച്ചു. ഇപ്പം കടിച്ചു. മറ്റേ എന്താ അറിയാ, കുറയ്ക്കാനേ പറ്റുള്ളൂ. മറ്റേ പേടിപ്പിച്ചെടുത്തും. പക്ഷെ മറ്റോൻ കടിച്ചു. നമ്മൾ കൊണ്ടുപോയി കടിച്ചു. ഓന്റെ കടി കിട്ടിയ ഇവിടെ കുറെ ആളുണ്ട്. എന്നാലും ഇങ്ങനെ കൈമ പിടിക്കാലോ. കുറച്ച് ഡേഞ്ചർ അല്ലേ അപ്പുറത്തോ? അതിനെ ശ്രദ്ധിച്ചോളൂ. പിന്നെ അതിനെ നമ്പിയല്ലോ. അതിന്റെ കൂട്ടിൽ ഞാൻ അല്ലാതെ പോയാണ്ട് ചെന്നിപ്പോ കയറിട്ട് വന്നാൽ ഞാൻ ഇജ്ജ് പരമ്പരയാക്കാം. ഇപ്പൊ കടിക്ക് കടിയിട്ടല്ലേ? ഓന് കുറച്ച് പിരാന്തനാണ്. കുറച്ചൊരു ഇതാണ് സംഭവം. തള്ള അതേപോലെ അതിന്റെ പ്രകൃതി കുറച്ച് കിട്ടി. പോലെ ആക്കി തരാ. ഇരിക്കി 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 ഈ ചൊന്ന് ഇരുത്തിക്ക. ആ രാവിലെ വരുമോ? ഫുൾ സാധനങ്ങൾ. ട്രെയിനിങ്ങിന്റെ കിറ്റ് തന്നെ ഉണ്ട് നമ്മുടെ അടുത്ത്. ഗ്രൂമിംഗ് ഉണ്ടോ? ഗ്രൂമിങ്ങൊന്നുമില്ല. അതൊക്കെ ഞാനാണ് പറഞ്ഞത്. ഗ്രൂമിങ്ങൊന്നും വേണ്ട. ഈ പഞ്ചായത്ത് കുഴിച്ചിട്ടാല് ശരിക്കും ഈ പഞ്ചായത്ത് പൈപ്പ് വെള്ളത്തിൽ കുളിപ്പിച്ചാല് പെട്ടെന്ന് രോമം കൊയ്യുന്ന അറിയണേക്കാം. അതിന് പഞ്ചായത്ത് വെള്ളത്തിൽ കുളിപ്പിക്കേണ്ടത് നായനെ. പഞ്ചായത്ത് പൈപ്പാണ് ഇതിന്റെ അടുത്ത്. പൊയില് കൊണ്ടേ കുളിപ്പിക്കണം ശരിക്കും. അത് ശരിക്കും നല്ല നമ്മളെ സോപ്പിനാകും 35 റുപ്യ ഒരു സോപ്പിനുള്ളൂ.
ഇതിൻ്റെ സോപ്പിന് 65 ഉറുപ്പിക നായ സോപ്പിന് വേണ്ടേ? വേണം. അപ്പം നായ സോപ്പ് ഇട്ട് കുളിപ്പിക്കുക, നല്ലോണം ചെള്ളിനുള്ള മരുന്നുണ്ടാവും അതടിക്കുക. അതടിച്ചാൽ നായേ വരും. ഇതിനെന്താ അറിയാം, ഞാൻ പറഞ്ഞ മുള്ള മാത്രം കൊടുക്കാം കേട്ടോ. ചീരിമുള്ള പൊടിച്ചിട്ട് ചോറിലിട്ട് കൊടുക്കുക. നമ്മൾ മുള്ള പഴയ മുള്ളല്ലേ, അത് പൊടിച്ചാൽ വെയിലത്തേക്ക് കൊടുക്കുക. അതായത് ചോറിലിട്ടാണ്ട് പൊടിച്ചു. അന്റെ റൂട്ട് തന്നെ മൂപ്പരും. നിങ്ങൾ പണ്ടെന്തോ ഒരു 15 പറയല്ലേ നായനെ പറ്റി? നീ കൂടെ പോ. ഇതിനെ മനുഷ്യനായ അത് പറഞ്ഞേ പറഞ്ഞോ? അല്ല നടക്കണ്ട, നമ്മളാക്കി തരും. നടക്കണ്ട. ഈച്ചോ ചായ എടുക്ക്, കേക്കും ഇതൊക്കെ ഉണ്ട്. ക്രിസ്മസ് കേക്ക് ഉണ്ട്. ഷുഗറും കൊളസ്ട്രോളും ഒന്നും ഇല്ലല്ലോ. എന്നാ ഒരു ക്രിസ്മസ് കേക്ക്, ഈച്ചോ ഒരു ക്രിസ്മസ് കേക്ക് കൊടുക്കാം. ഒരു ക്രിസ്മസ് കേക്ക് രാവിലെ ക്രിസ്മസ് കേക്ക് എന്താണ്? രാവിലെ 8 കിലോമീറ്റർ നടക്കുള്ളൂ ഡെയിലി 8 കിലോമീറ്ററോ? അതുപോലെ ഫാറ്റൊന്നും ആ ബോഡിയിലില്ല. ഓക്കെ, ബാക്കി അവിടുന്ന് കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് പെട്ടെന്ന് പിടിച്ചെടുത്ത വ്ളോഗാണ്. കാരണം ഇന്ന് കുറച്ച് പണികളുണ്ടായി നമുക്ക്. അപ്പം പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കണം. കാരണം രാധേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പം തൊട്ട് കാണുന്ന ഒരു വ്യക്തിത്വമാണ്. നമുക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം മൂപ്പരെ എപ്പോൾ വരുമ്പോഴേ വിചാരിക്കണതാണ് എന്തെങ്കിലും ഒരു വ്ളോഗ് എടുക്കണം. അപ്പോൾ ഇത്രയും കാലം പറ്റിയിട്ടില്ല, ഇന്നാണ് നടന്നത്. അപ്പോൾ രാധാകൃഷ്ണേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവരും കമൻറ്റിൽ പറയാം. എത്ര അടിപൊളിയാണ് ആൾ, എങ്ങനെയുണ്ട് ആളെന്നുള്ളത് എന്തായാലും പറയാം. സോ മൂപ്പരൊരു കിടിലൻ മെമ്പറാണ്. നമുക്കെല്ലാവർക്കും അത്രയും എന്താ വെച്ചാൽ കോമഡിയാണ്, കോമഡി കൂടെ കാര്യം പറഞ്ഞ ആളാണ്. പിന്നെ കുതിരനെ ട്രെയിൻ ചെയ്യും, പട്ടികളെ ട്രെയിൻ ചെയ്യും. പക്ഷേ ആനന് ട്രെയിൻ ചെയ്യുന്നുള്ളത് എനിക്കറിയില്ല, ഇനി അതിപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് പിടിച്ചെടുത്ത വ്ളോഗാണ്. എന്തൊക്കെയാണ് പിന്നെ ഈച്ചു ഓഫിൻ ചെയ്തതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും കണ്ടെല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ വിചാരിക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്തായാലും മസ്റ്റായിട്ടും വ്ളോഗ്സ് അയച്ചു കൊടുക്കുക. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ 8ാമത്തെയോ 8ാമത്തെ 9ാമത്തെ 10ാമത്തെ വ്ളോഗാണ് പോസ്റ്റ് ചെയ്യുന്നത്. സോ എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കണം, എല്ലാവരും വ്ളോഗ്സ് കണ്ട് ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. അപ്പം നമ്മൾ ഇടുന്ന ഡേയ്സിൽ, വ്ളോഗ് ഇടുന്ന ഡേയ്സ് നമ്മൾ ഫ്രീ ആയിട്ടുള്ള ഡേയ്സാണ്. ആ ഡേയ്സിൽ നമ്മൾ കൂടെ നിൽക്കണ പോലെ തന്നെ നമ്മൾ ഇടാത്ത ടൈമിൽ നിങ്ങൾ കൂടെ നിൽക്കുക, നമ്മളെ വ്ളോഗ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവരും അങ്ങനെയുള്ളവരാണെന്നുള്ളത് എനിക്ക് നല്ല പേഴ്സണലി അറിയാം. വേറെ ഏത് വ്ളോഗറിന് അറിയില്ലെങ്കിലും എനിക്കറിയാം. കാരണം എത്ര ഞാൻ ബ്രേക്ക് എടുത്താലും നിങ്ങൾ പിന്നെ ഒരു കണ്ടൻറ്റ് കൊണ്ടുവരുമ്പോൾ അവിടെ ഉണ്ടാവലുണ്ട്. സോ എന്താ ഞാൻ പറയുക, താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഒരു റിമൈൻഡർ കൂടി, നാളെ നമ്മൾ ചെമ്മാട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ സൈലത്തിൽ വരുന്നുണ്ട്, സൈലം അവാർഡ്സ് വരുന്നുണ്ട്. അപ്പം നാളെ ചെമ്മാട് രാവിലെ 10 മണിക്കാണ് ഉണ്ടാവുക. അപ്പോൾ ഇന്ന് രാത്രി വ്ളോഗ് കഴിഞ്ഞ് നാളെ 27-ാം തീയതി രാവിലെ 10 മണിക്ക് ചെമ്മാടുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ടും നമുക്ക് അവിടെ നിന്ന് കാണാം. അതുപോലെ തന്നെ ന്യൂ ഇയർ പ്ലാൻസ് ഉണ്ടെങ്കിൽ ഇപ്പോഴേ പറയാണ്, നമ്മളെ പരിപാടി ഉണ്ട് കാലിക്കറ്റ് ട്രേഡ് സെൻറ്ററിൽ 31st നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അർജുനും KDSും നമ്മളെല്ലാവരും പെർഫോം ചെയ്യുന്നുണ്ട്. ഒരുപാട് അധികം ആർട്ടിസ്റ്റുകളുടെ കിടിലൻ പരിപാടിയാണ്. DJ പരിപാടി, എല്ലാ പരിപാടിയും ഉണ്ട്. അടിച്ച് ഉല്ലസിച്ച് ആർമാദിച്ച് പോകാനുള്ള പരിപാടി ഉണ്ട്, അടിച്ച് പൊളിക്കാനുള്ള പരിപാടി ഉണ്ട്. സോ അതും മസ്റ്റായിട്ട് നിങ്ങൾ മിസ്സാക്കാണ്ടിരിക്കുക. അതിൻ്റെ ടിക്കറ്റ്സും കാര്യങ്ങളുള്ള ലിങ്ക്, ബുക്ക് മൈ ഷോൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ടിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വ്ളോഗ് ഗൈസ്. എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വി ആർ ഗോയിങ് ടു ഹിറ്റ് 28 lakh സബ്സ്ക്രൈബേഴ്സ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഒരുപാട് ചിരിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു, ചിരിപ്പിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ഐ ലവ് യു ആൾ. ബൈ ബൈ.